ഹായ് ഓൾ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് അധികവും 20 മാർക്കിന് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ആയിരിക്കും. നമ്മളതിൻ്റെ 2 പ്രോബ്ലം ഓപ്പൺ ചെയ്യും ആ ഒരു രീതിയിൽ. ഓക്കെ, 20 അല്ലെങ്കിൽ 15 മാർക്കിന് ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അധികവും ഈ ഒരു രീതിയിലായിരിക്കും. എല്ലാ ലോസസും ഒന്നിച്ച് വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. Determine the percentage of total loss of pre-stress in a simply supported pre-tensioned beam of size 150 mm by 300 mm. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ആണ്. ഓക്കെ, ടോട്ടൽ ലോസിൻ്റെ പെർസെൻറ്റേജ് ഏതിൽ? ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് പ്രീ ടെൻഷൻഡ് ബീം. അപ്പോൾ പ്രീ ടെൻഷൻഡ് ബീമാണ്. അപ്പോൾ പ്രീ ടെൻഷൻഡ് ബീമിൽ ഏതൊക്കെ ലോസസാണ് വരുന്നത്? പ്രീ ടെൻഷൻഡ് ബീമിൽ ഫ്രിക്ഷൻ ലോസസ് ഇല്ല അല്ലേ? ഫ്രിക്ഷൻ ലോസസ് പോസ്റ്റ് ടെൻഷനിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ആങ്കറേജ് സ്ലിപ്പ് മുഖേനയുള്ള ലോസും ഇല്ല. ആ 2 ലോസും പ്രീ ടെൻഷൻഡ് ബീമിലില്ല. ബാക്കി എല്ലാ ലോസസും ഉണ്ട് അല്ലേ? അപ്പോൾ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഉണ്ട്, ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഉണ്ട്, ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഉണ്ട്, റിലാക്സേഷൻ അല്ലേ ലോസും ഉണ്ട് അല്ലേ? ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഈ 4 ലോസസ് ഉണ്ട്. അപ്പോൾ ഈ 4 ലോസസും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ലോസ് കിട്ടുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലോസും കിട്ടും. ഓക്കെ, അപ്പോൾ പ്രീ ടെൻഷൻഡ് ബീമിലുള്ള ടോട്ടൽ ലോസ് പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കാൻ 4 ലോസസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഈ പ്രീ ടെൻഷൻഡ് ബീമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 150 mm by 300 mm, ഹാവിങ് 8 വയേഴ്സ് ഓഫ് 6 mm ഡയമീറ്റർ. അപ്പം 8 വയേഴ്സാണുള്ളത്. ഇത് പ്രീ ടെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രീ സ്ട്രെസ് ചെയ്തിരിക്കുന്നത് 8 വയേഴ്സ് കൊണ്ടാണ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ വയേഴ്സിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സബ്ജക്റ്റഡ് ടു ആൻ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഓഫ് 1000 Nm/mm². ഇനീഷ്യൽ പ്രീ സ്ട്രെസ് സിഗ്മ എന്ന് പറയുന്നത് 1000 Nm/mm² ആണ്. അറ്റ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 50 mm. അപ്പോൾ എക്സെൻട്രിസിറ്റി 50 mm ആണ്. ഓക്കെ, ടേക്ക് ദ ഫോളോയിങ് ഡാറ്റ ഫോർ കാൽക്കുലേഷൻ ഓഫ് ലോസസ്. അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട് 1.6, ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ 5%. യൂസ് M40 കോൺക്രീറ്റ്, ES is equal to 2 × 10⁵ Nm/mm². യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട് 2 × 10⁵ Nm/mm². അപ്പം ഇവിടെ കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് തന്നിട്ടില്ല, പകരം ഏത് ഗ്രേഡ് കോൺക്രീറ്റാണ് തന്നിട്ടുണ്ട്, M40 ഗ്രേഡാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് തന്നു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? DCS 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. IS 456 അതെങ്ങനെയാണ് ആക്കേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ IS 1343 2012 ഉണ്ട്. ഓക്കെ, അതായത് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 5000√FCK. ഇവിടെ FCK എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 5000 × √FCK ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് കിട്ടും. ഓക്കെ, അത് IS 1343 ക്ലോസ് 6.2.3.1 ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് മേ ബി അസ്യൂംഡ് ആസ് ഫോളോസ്. EC = 5000√FCK. FCKൻ്റെ സ്ഥാനത്ത് ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ്? ഇപ്പോൾ M40 ആണെങ്കിൽ FCKൻ്റെ സ്ഥാനത്ത് 40 കൊടുക്കുക. അപ്പോൾ √40 × 5000 ആണ് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഗിവൺ ഡാറ്റ എഴുതാം. D is equal to 150 mm, D is equal to 300 mm, നമ്പർ ഓഫ് 6 mm ഡയമീറ്റർ വയേഴ്സ് 8 ആണ്. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് സിഗ്മ is equal to 1000 Nm/mm². എക്സെൻട്രിസിറ്റി E is equal to 50 mm. ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് 5 is equal to 1.6. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ 5%. FCK 40 Nm/mm². യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ES 2 × 10⁵ Nm/mm². ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ലോസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പ്രീ ടെൻഷൻഡ് ബീം. അപ്പോൾ പ്രീ ടെൻഷൻഡ് ബീമിലുള്ള ലോസസ് ഏതൊക്കെയാണെന്നുള്ളത്: ഒന്ന് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്, ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്, ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്, ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. അപ്പോൾ 4 ലോസസ് ആണ് പ്രീ ടെൻഷൻഡ് ബീമിൽ വരുന്നത്. ഓക്കെ, പോസ്റ്റ് ടെൻഷൻഡ് ബീമിൽ വരുന്നത് 6 ലോസസും വരുന്നുണ്ട് അല്ലേ? അതിൽ ആദ്യത്തെ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ്
കോൺക്രീറ്റ് മുഖേന വരുന്ന ലോസ് എന്ന് പറയുന്നത് സക്സസീവ്ലി ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4 ലോസസിൻ്റെയും സമ്മാണ് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ലോസസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എഫ്.എസ്. ഓക്കെ, എഫ്.എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ്.എസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് സി. എം എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമേ കോഡിൽ ഒരു ഇക്വേഷൻ നോക്കിയായിരുന്നു. ഈസി ഈസ് ഈക്വൽ ടു 5000 റൂട്ട് എഫ് സി കെ. അപ്പോൾ 5000 റൂട്ട് 40 ചെയ്ത് കഴിഞ്ഞാൽ 31622.777 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ എം നമുക്ക് കണ്ടുപിടിക്കാം. എം ഈസ് ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി 2 × 10⁵ ഡിവൈഡ് ബൈ 31622.777. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6.324 കിട്ടും. ഓക്കെ, എം ഈസ് ഈക്വൽ ടു 6.324. ഇനി നമുക്ക് എഫ് സി കണ്ടുപിടിക്കണം. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എഫ് എസ് എന്ന് പറയുന്നത് എം ഇൻറ്റു എഫ് സി ആണ്. അപ്പോൾ മോഡുലാർ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എഫ് സി പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ എഫ് സി ഈസ് ഈക്വൽ ടു P/A പ്ലസ് PEY/I ആണ്. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയേഴ്സ്. ഓക്കെ, അപ്പോൾ P ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. സിഗ്മേൻ്റെ വാല്യൂ 1000 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. 1000 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയേഴ്സ് എന്ന് പറയുന്നത് 8 വയേഴ്സാണ് അല്ലേ, 6 mm ഡയൻ്റെ. അപ്പോൾ 8 × π × 6² ഡിവൈഡ് ബൈ 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു 226,194.67 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു 226.195 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പം P/A പ്ലസ് PEY/I എന്നുള്ളതിൽ ആദ്യത്തെ ടേം P നമ്മൾ കണ്ടുപിടിച്ചു, 226.195 കിലോ ന്യൂട്ടൺ. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അത് കണ്ടുപിടിക്കാം. A ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ് A ഈസ് ഈക്വൽ ടു 150 × 300. 150 × 300 ദാറ്റ് ഈസ് 45,000 mm². ഓക്കെ, അപ്പോൾ P/AI. ഇനി അടുത്ത പ്ലസ് PEY/I ആണ്. അപ്പോൾ P അവിടെ ഉണ്ട്, E നമുക്ക് തന്നിട്ടുണ്ട്. E ഈസ് ഈക്വൽ ടു 50 mm എക്സെൻട്രിസിറ്റി. ഇനി Y ഉണ്ട് അല്ലേ. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് നിന്ന് ആ സ്റ്റീലിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കേസിൽ എക്സെൻട്രിസിറ്റിയും വൈയും സെയിം തന്നെയാണ്. അപ്പോൾ Y ഈസ് ഈക്വൽ ടു E ഈസ് ഈക്വൽ ടു 50 mm. ഓക്കെ, ഇനി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I BD³ ഡിവൈഡ് ബൈ 12. 150 × 300³ ഡിവൈഡ് ബൈ 12. 337.5 × 10⁶ mm/4 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എഫ് സി വാല്യൂ കണ്ടുപിടിക്കാം. എഫ് സി വാല്യൂ കണ്ടുപിടിക്കാൻ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, P എന്ന് പറയുന്നത് 226.195 × 10⁻³ ന്യൂട്രലാക്കി ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ 45,000 പ്ലസ് P 226.195 × 10⁻³ ഇൻറ്റു ഇൻ്റെ വാല്യൂ 50, വൈൻ്റെ വാല്യൂ 50 ഡിവൈഡ് ബൈ I 337.5 × 10⁻⁶. അപ്പോൾ എഫ് സി ഈസ് ഈക്വൽ ടു 5.026 പ്ലസ് 1.675 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.7 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. എഫ് സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എഫ് എസ് ഈസ് ഈക്വൽ ടു MI FCY. അപ്പോൾ M × FC നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് നമുക്ക് കിട്ടും. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു M × FC. ദാറ്റ് ഈസ് FS ഈസ് ഈക്വൽ ടു 6.324 × 6.7. സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 42.37 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടി. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു 42.37 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണമുള്ള ലോസ് കണ്ടുപിടിച്ചു. ഒരു ലോസായി. ഈ രണ്ടാമത്തെ ലോസ് നമുക്ക് ക്രീപ്പ് കണ്ടുപിടിക്കാം. കാരണം ക്രീപ്പ് ഓഫ് കോൺക്രീറ്റിൻ്റെ ഇക്വേഷൻ M × 5 × FC ആണ്. അപ്പം എമ്മും എഫ് സി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 5 നമുക്ക് ക്വസ്റ്റിലുണ്ട് താനും. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് ക്രീപ്പ് കണ്ടുപിടിച്ചിട്ട് പോവാം. സെക്കൻഡ് ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു M × 5 × FC. M 6.324, 5 1.6, FC 6.7. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 67.79 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 67.79 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ലോസ് നമുക്ക് കണ്ടുപിടിക്കാം. ലോസ് ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു
യങ്സ് മോഡൽസ് ഓഫ് സ്റ്റീൽ ഇൻ ടു ഷ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് അല്ലേ, എപ്സിലോൺ എസ് എച്ച്, ഷ്രിങ്കേജ് കാരണമുള്ള ലോസ്. അപ്പം എപ്സിലോൺ എസ് എച്ച് പ്രീ ടെൻഷനിങ്ങിന് എത്രയാണ്, നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് വാല്യൂ ഉണ്ട് അല്ലേ. പോസ്റ്റ് ടെൻഷനിങ്ങിന് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം, പ്രീ ടെൻഷനിങ്ങിന് 0.0003 ആണ് വാല്യൂ അല്ലേ, ഷ്രിങ്കേജ് സ്ട്രെയിൻ. അപ്പം ഏതാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് വാല്യൂ എടുക്കണം, അല്ലെങ്കിൽ അതിന് ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുത്താൽ മതി. ഇവിടെ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ് പ്രീ ടെൻഷനിങ്ങിന് എപ്സിലോൺ എസ് എച്ചിൻ്റെ വാല്യൂ, അത് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, പോസ്റ്റ് ടെൻഷനിങ്ങിനാണെങ്കിൽ ആ ഇക്വേഷനിലിട്ട് കണ്ടുപിടിക്കണം. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, എപ്സിലോൺ എസ് എച്ച് ഫോർ പ്രീ ടെൻഷനിങ് 0.003 ആണ്. ഇതൊക്കെ നമ്മൾ ഓരോരോ ലോസസ് ആയിട്ട് ഇൻഡിവിജ്വലി ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആണല്ലോ, നമ്മൾ ഓരോന്നും ചെയ്തതാണ്. 6 ലോസസും സെപ്പറേറ്റ് അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എപ്സിലോൺ ES എന്ന് പറയുന്നത് 2 × 10⁵, എപ്സിലോൺ SH 0.0003, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 60 Nm/mm² കിട്ടും. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 60 Nm/mm². ഓക്കെ, ഇനി പ്രീ ടെൻഷൻ്റെ ബീമിൽ വരുന്ന ലാസ്റ്റ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ എത്രയാണ്, 5% ഓഫ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ആണ് അല്ലേ. റിലാക്സേഷൻ ലോസ് ക്വസ്റ്റിൽ തന്നത് 5% ആണ്. അപ്പോൾ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിൻ്റെ 5% ആണ് റിലാക്സേഷൻ കൊണ്ട് ലോസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഈസ് ഈക്വൽ ടു 5% ഓഫ് 1000. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് 1000 അല്ലേ, അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 5/100 × 1000. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 50 Nm/mm² കിട്ടും. അപ്പോൾ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ 50 Nm/mm². അപ്പോൾ നമുക്ക് പ്രീ ടെൻഷൻ്റെ ബീമിലെ 4 ലോസസുമായി. ഇനി ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ 4 ലോസും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 42.37 ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കാരണമുള്ള ലോസ്, പ്ലസ് 67.79 ക്രീപ്പ് കാരണമുള്ള ലോസ്, പ്ലസ് 60 ഷ്രിങ്കേജ് കാരണമുള്ള ലോസ്, പ്ലസ് 50 റിലാക്സേഷൻ ലോസ്. ഓക്കെ, 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 220.16 Nm/mm² കിട്ടും. ഇതാണ് ടോട്ടൽ ലോസ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് ലോസ് ആണ് അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1000 Nm/mm² ആണ് ഇനീഷ്യൽ സ്ട്രെസ്. അതിൻ്റെ അകത്തുനിന്ന് 220.16 ലോസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 220,000 അല്ലേ, 220.16 / 1000 × 100. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.016%. പെർസെൻറ്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 22.016%. ക്ലിയർ ആയോ? ഈ പ്രോബ്ലം ക്ലിയർ ആയോ? ഓക്കെ, 15 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 15 to 20 മാർക്സ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം 200 mm wide and 300 mm deep, ബിയും ഡിയും. ഓക്കെ, ഈസ് പ്രീസ്ട്രെസ്ഡ് വിത്ത് വയേഴ്സ്. ആ വയേഴ്സിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട് 320 mm². ലൊക്കേറ്റഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് എക്സെൻട്രിസിറ്റി ഓഫ് 50 mm. ഓക്കെ, അപ്പോൾ എക്സെൻട്രിസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കേർവ്ഡ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ്. ആൻഡ് ക്യാരിങ് ആൻ ഇനീഷ്യൽ സ്ട്രെസ് ഓഫ് 1000 Nm/mm². അപ്പോൾ സിഗ്മ 1000 Nm/mm² ആണ്. ദ സ്പാൻ ഓഫ് ദ ബീം ഈസ് 10 മീറ്റർ, L 10 മീറ്റർ ആണ്. ഇനി കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ വയേഴ്സ്. അപ്പം പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ വയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇഫ് ദ ബീം ഈസ് പ്രീ ടെൻഷൻഡ്, എ എന്ന് പറയുന്നത് ദ ബീം ഈസ് പ്രീ ടെൻഷൻഡ്. അപ്പം പ്രീ ടെൻഷൻ്റെ കേസ് ആണെങ്കിൽ പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പ്രീ ടെൻഷനിൽ ഏതൊക്കെ ലോസസ് വരും? 4 ലോസസ് വരും. ആ 4 ലോസസും കൂടി ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ ലോസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഓക്കെ, ആൻഡ് ബി ദ ബീം ഈസ് പോസ്റ്റ് ടെൻഷൻഡ്. അപ്പം ബീം പോസ്റ്റ് ടെൻഷൻഡ് ആണെങ്കിൽ അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ 6 ലോസസ് വരും അല്ലേ, 6 ലോസസും വരും. അപ്പോൾ 6 ലോസസും കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ ലോസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്, ടോട്ടൽ ലോസ് ഇൻ പ്രീ സ്ട്രെസ്. ഓക്കെ, പോസ്റ്റ് ടെൻഷനിങ്ങിൽ അപ്പോൾ 6 ലോസസും കണ്ടുപിടിക്കുക, അത് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ബീം പ്രീ ടെൻഷൻ്റെ കേസിലും പോസ്റ്റ് ടെൻഷൻ്റെ കേസിലും പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ വയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ 2 എണ്ണം ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ മുന്നേ ചെയ്തത്
പ്രീ ടെൻഷനിങ് മാത്രം വരുന്ന കേസായിരുന്നു. പ്രീ ടെൻഷൻഡ് ബീമിൻ്റെ കേസ് മാത്രമാണ് ചെയ്തത്. ഇത് ബീം പ്രീ ടെൻഷനിങ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ലോസും കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് ലോസും കണ്ടുപിടിക്കണം, പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുമ്പോൾ ഉള്ള പെർസെൻറ്റേജ് ലോസും കണ്ടുപിടിക്കണം. ഓക്കെ, യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പം കുറച്ച് ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ES, Young's modulus of steel is equal to 210 kilonewton per millimeter square. Young's modulus of concrete is equal to 35 kilonewton per millimeter square. Relaxation of stress in steel is equal to 5% of initial stress. Shrinkage of concrete is equal to 300 into 10 raised to minus 6 for pre-tensioning and 200 into 10 raised to minus 6 for post-tensioning. ES, EC, അതുപോലെ റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എത്ര പെർസെൻറ്റേജ് ഞാൻ തന്നു. ശ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ ആ വാല്യൂ 300 into 10 raised to minus 6 ആണ് ശ്രിങ്കേജ് സ്ട്രെയിൻ്റെ വാല്യൂ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ. അതേപോലെ തന്നെ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ 200 into 10 raised to minus 6 ആണ്. അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങിൽ ഇക്വേഷനിലിട്ട് കണ്ടുപിടിക്കേണ്ട, ഈ വാല്യൂ ഡയറക്റ്റ് എടുത്താൽ മതി, വാല്യൂസ് ഡയറക്റ്റ് തന്നതുകൊണ്ട്. ഇനി ഇൻ കേസ് ഡയറക്റ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻസിൽ ഇട്ട് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ മുന്നേ ശ്രിങ്കേജ് ലോസിൻ്റെ ആ ടോപ്പിക്ക് പഠിച്ചപ്പം ചെയ്തതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പം ഈ വാല്യൂസ് എപ്സിലോൺ SH ഫോർ പ്രീ ടെൻഷനിങ്ങും എപ്സിലോൺ SH ഫോർ പോസ്റ്റ് ടെൻഷനിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് 5 is equal to 1.6. ഇനി സ്ലിപ്പ് അറ്റ് ആങ്കറേജ്, അതായത് ഡെൽറ്റ വാല്യൂ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 mm. ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് ഫോർ വേവ് എഫക്റ്റ് ഈസ് ഈക്വൽ ടു 0.0015 per meter. അപ്പോൾ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് ഫോർ വേവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? K ആണ് അല്ലേ? Kൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ മ്യൂ ഇല്ല, തന്നിട്ടില്ല അല്ലേ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, കാരണം മ്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ കൂടെയാണ് വരുന്നത്? ആ ഇക്വേഷനിൽ മ്യൂ ഇൻറ്റു ആൽഫയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആ ആംഗിളാണ്, ആംഗിളിൽ വരുന്ന ചേഞ്ച് ആണ് അല്ലേ? അപ്പോൾ ആംഗിളിൽ വരുന്ന ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? കേർവ്ഡ് ആയിട്ട് വരുമ്പോൾ അല്ലേ? ആ ടെൻഡൻസ് അല്ലെങ്കിൽ ആ വയേഴ്സ് കേർവ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അല്ലേ ആ ആൽഫ വരുന്നത്. അപ്പോൾ ഈ കേസിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ടെൻഡൻസ് ഉള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് ടെൻഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആൽഫ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ആൽഫേൻ്റെ വാല്യൂ 0 ആയിരിക്കും സ്ട്രെയിറ്റ് ടെൻഡൻ ആയതുകൊണ്ട്. കാരണം ആ സ്ലോപ്പിൻ്റെ ചേഞ്ച് വരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണുള്ളത് ടെൻഡൻസ്, അല്ലെങ്കിൽ ആ സ്റ്റീൽ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പം ആൽഫ വാല്യൂ 0 ആണ്. അപ്പം മ്യൂ ഇൻറ്റു ആൽഫ എന്ന് പറയുന്ന വാല്യൂ 0 ആയി പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ മ്യൂവിന് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, വേവ് എഫക്റ്റ്, അതായത് അലൈൻമെൻറ്റ്, മിസ് അലൈൻമെൻറ്റ് മുഖേന വരുന്ന ഫ്രിക്ഷൻ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് ഫോർ വേവ് എഫക്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് 0.0015 per meter, അല്ലെങ്കിൽ വോബിൾ എഫക്റ്റ് കൊണ്ടുള്ള ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഡാറ്റ നമുക്ക് എഴുതാം. B is equal to 200 mm, depth D is equal to 300 mm, cross sectional area of wires is equal to 320 mm square, eccentricity E is equal to 50 mm, initial pre-stress sigma is equal to 1000 Newton per millimeter square, span L is equal to 10 meter, Young's modulus of steel ES is equal to 210 kilonewton per millimeter square, Young's modulus of concrete is equal to 35 kilonewton per millimeter square, relaxation of stress in steel is equal to 5%, shrinkage strain in the case pre-tensioning, that is equal to 300 into 10 raised to minus 6, shrinkage strain epsilon SH in the case of post-tensioning, that is equal to 200 into 10 raised to minus 6, phi is equal to 1.6, slip at anchorage delta is equal to 1 mm, frictional coefficient for wave effect K is equal to 0.0015 per meter. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ്, ഒന്ന് പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ, രണ്ട് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ, രണ്ട് കേസിലും നമ്മൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ പാർട്ട് ചെയ്യാം. എ പാർട്ട് എന്ന് പറയുന്നത് പ്രീ ടെൻഷൻഡ് ആണെങ്കിൽ ബീം പ്രീ ടെൻഷനിങ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഈ ഒരു കണ്ടീഷൻ, ഈ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് പ്രീ ടെൻഷനിങ് ചെയ്യുകയാണെങ്കിൽ ഈ ബീം വരുന്ന ലോസസ് ആണ്. ഓക്കെ, ടോട്ടൽ ലോസസും അതിൻ്റെ പെർസെൻറ്റേജുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം എ പാർട്ട് ചെയ്യാം. അപ്പോൾ എ പാർട്ട് ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പ്രീ ടെൻഷൻഡ് ബീം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കാൻ എന്താ വരിക? ടോട്ടൽ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് പ്ലസ് ലോസ് ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് പ്ലസ് ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് പ്ലസ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇപ്പോൾ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ 4 ലോസസ് വരും. ഫ്രിക്ഷൻ ലോസസും അതുപോലെ തന്നെ ആങ്കറേജ് സ്ലിപ്പ് കാരണമുള്ള ലോസസും ഒഴിച്ച് ബാക്കി എല്ലാ ലോസസും വരും. ഓക്കെ, അപ്പോൾ 4 ലോസസും
കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മാണ് ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പ്രീ ടെൻഷൻ ബീം. അപ്പോൾ ഓരോരോ ലോസസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ ആദ്യം നമുക്ക് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണമുള്ള ലോസ് കണ്ടുപിടിക്കാം. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എഫ് എസ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ് എം ഇൻറ്റു എഫ് സി. എം ഈസ് ഈക്വൽ ടു മോഡുലാർ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി. ഇ എസ് 210 kN/mm² ആണ്. ഇ സി 35 kN/mm² ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 6 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എഫ് സി വാല്യൂ കണ്ടുപിടിക്കണം. എഫ് സി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവാം. പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ എഫ് സി ഈസ് ഈക്വൽ ടു P/A + PEY/I ആണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഓരോരോ ഇക്വേഷനിലെ ടേമായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയേഴ്സ്. അപ്പോൾ P ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്രീ സ്ട്രെസ് 1000 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയേഴ്സ് 320 ആണ്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3,20,000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 320 kN. അപ്പോൾ P നമുക്ക് കിട്ടി. ഇനി P ഡിവൈഡ് ബൈ A, അതിൽ A കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു A, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 300 60,000 mm² കിട്ടി. ഓക്കെ, ഇനി അടുത്ത പ്ലസ് PEY/I യിൽ P അറിയാം, P കണ്ടുപിടിച്ചു. ഈ എക്സെൻട്രിസിറ്റി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 50 mm. ഈ കേസിലും ഈ Y ഈസ് ഈക്വൽ ടു E തന്നെയാണ് അല്ലേ. Y എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റിക്ക് ഈക്വൽ ആണ് 50 mm. അപ്പം PEY എന്ന് പറയുന്ന ടേമായി ഡിവൈഡ് ബൈ I കണ്ടുപിടിക്കണം. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു BD³ ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് 200 × 300³ ഡിവൈഡ് ബൈ 12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 450 × 10⁻⁶ mm⁴ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ടേമുമായി ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് സി ഈസ് ഈക്വൽ ടു 320 × 10⁻³ ഡിവൈഡ് ബൈ 60,000 P/A പ്ലസ് 320 × 10⁻³ × 50 × 50 ഡിവൈഡ് ബൈ 450 × 10⁻⁶ PEY/I. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.1 Nm/mm² കിട്ടും എഫ് സി. ഓക്കെ, ഇനി ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എഫ് എസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് സി. എം 6 ആണ്, എഫ് സി 7.1 ആണ്. അപ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു 6 × 7.1. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 42.6 Nm/mm² കിട്ടും. ഓക്കെ, ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു 42.6 Nm/mm². സെക്കൻഡ് വൺ ലോസ് ഡ്യൂ ടു ക്രീപ്പ് കണ്ടുപിടിക്കാം. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 5 × എഫ് സി. എമ്മും എഫ് സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 5 നമുക്ക് ക്വസ്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ 6 × 1.6 × 7.1 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 68.16 Nm/mm² കിട്ടും. അപ്പോൾ ലോസ് ഡ്യൂ ടു ക്രീപ്പും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി തേർഡ് വൺ ലോസ് ഡ്യൂ ടു സ്ട്രിങ്കേജ്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ES × ε/SH. ഓക്കെ, ES എന്ന് പറയുന്നത് 210 kN/mm² ആണ്. അതിനെ ന്യൂട്രലിലേക്ക് മാറ്റി 210 × 10⁻³ ഇൻറ്റു ε/SH എന്ന് പറയുന്നത് 300 × 10⁻⁻6 ആണ് പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ. അപ്പം 210 × 10⁻³ ഇൻറ്റു 300 × 10⁻⁻6 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു സ്ട്രിങ്കേജ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 63 Nm/mm². 63 Nm/mm² നമുക്ക് കിട്ടും. നമ്മൾ 3 ലോസസ് കണ്ടുപിടിച്ചു. ഇനി നാലാമത്തെ ലോസ് നമുക്ക് കണ്ടുപിടിക്കാം. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഈസ് ഈക്വൽ ടു 5% ഓഫ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്. 5% നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഈക്വൽ ടു 5/100 × 1000 5%. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് 1000 ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 50 Nm/mm² കിട്ടും. അപ്പോൾ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ 50 Nm/mm². അപ്പോൾ നമുക്ക് 4 ലോസസും നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പ്രീ ടെൻഷൻഡ് ബീം ഈ 4 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 42.6 ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണമുള്ള ലോസ് പ്ലസ് 68.16 ക്രീപ്പ് കാരണമുള്ള ലോസ് പ്ലസ് 63 സ്ട്രിങ്കേജ് കാരണമുള്ള ലോസ് പ്ലസ് 50 റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ കാരണമുള്ള ലോസ്. ഓക്കെ, ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 223.76 Nm/mm² കിട്ടി. ഇതാണ് ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പ്രീ ടെൻഷൻഡ് ബീം. ഇനി പെർസെൻറ്റേജ് ലോസ് ഇൻ പ്രീ ടെൻഷൻഡ് ബീം. പെർസെൻറ്റേജ് ലോസ് ഈസ് ഈക്വൽ ടു 223.76 Nm/mm² ആണ് ടോട്ടൽ ലോസ് ആയിട്ടുള്ളത്. ഇനീഷ്യലി ഉള്ള പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് 1000 Nm/mm² ആണ്. അപ്പോൾ 223.76/1000 നിന്നാണ് 223.76 ലോസ് ആയത്. അതിൻ്റെ പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്താൽ കിട്ടും. അപ്പോൾ 223.76 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 22.37% ലോസ്.
ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ എ പാർട്ടായി, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ എ പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു. പെർസെൻറ്റേജ് ലോസ് ഇൻ പ്രീ ടെൻഷൻഡ് ബീം ഈസ് ഈക്വൽ ടു 22.37%. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ബി പാർട്ട്, ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷൻഡ് ബീം. അപ്പോൾ ഇതേ ബീം തന്നെ പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ടോട്ടൽ ലോസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷൻഡ് ബീം 6 ലോസസിൻ്റെ സമ്മ വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് പ്ലസ് ലോസ് ഡ്യൂ ടു ക്രീപ്പ് പ്ലസ് ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് പ്ലസ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ പ്ലസ് ലോസ് ഡ്യൂ ടു ആംഗ്രേജ് സ്ലിപ്പ് പ്ലസ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. 6 ലോസസിൻ്റെ സമ്മ വരിക. ഓക്കെ, നമുക്ക് ഓരോരോ ലോസസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ആദ്യം ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. പോസ്റ്റ് ടെൻഷനിൻ്റെ കേസിൽ ഇപ്പം ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എത്ര വരിക? 0 വരിക. കാരണം സക്സസീവ്ലി ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും പറയുന്നില്ല അല്ലേ? സക്സസീവ്ലി ടെൻഷൻ ചെയ്യുന്ന കേസ് എവിടെയും പറയുന്നില്ല. അപ്പോൾ ഒന്നിച്ച് തന്നെയാണ് ടെൻഷൻ ചെയ്യുന്നത്. അപ്പം ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0, നോട്ട് സക്സസീവ്ലി ടെൻഷൻഡ്. ഓക്കെ, സക്സസീവ്ലിൻ്റെ കാര്യം എവിടെയും പറയുന്നില്ല. അപ്പോൾ സക്സസീവ്ലി ടെൻഷൻഡ് അല്ല. ഓക്കെ, സൈമൾട്ടേനിയസ്ലി ടെൻഷൻ ചെയ്യുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. സക്സസീവ്ലി ടെൻഷൻ ചെയ്യുന്ന കാര്യം എവിടെയെങ്കിലും ക്വസ്റ്റിൽ പറയുകയാണെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ് ലോസസ് കണ്ടുപിടിക്കുമ്പോൾ സക്സസീവ്ലി ടെൻഷൻ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ചെയ്യണം. സക്സസീവ്ലിൻ്റെ പ്രോബ്ലം ചെയ്തതുപോലെ ചെയ്യണം. കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ ഓക്കെ, കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ടായിട്ട് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇത് നോട്ട് സക്സസീവ്ലി ടെൻഷൻ, അതുകൊണ്ട് 0. രണ്ടാമത്തെ ലോസ് ഡ്യൂ ടു ക്രീപ്പ്. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഈസ് ഈക്വൽ ടു M × 5 × FC. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് തന്നെയാണ്. M സെയിം തന്നെയാണ്, 5 സെയിം തന്നെയാണ്, FC സെയിം ആണ്. നമ്മൾ മുന്നേ ചെയ്തത് തന്നെ. ഓക്കെ, അതായത് പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ ചെയ്തത് സെയിം ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ ലോസ് ഡ്യൂ ടു ക്രീപ്പ് എത്രയാണ് കിട്ടിയ സെയിം വാല്യൂ തന്നെയാണ് വരിക ഇവിടെയും. അപ്പോൾ 68.16 Nm/mm² കിട്ടും. ഓക്കെ, തേർഡ് ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ES × εSH. ESൻ്റെ വാല്യൂ 210 × 10³ Nm/mm² ഇൻറ്റു εSH എന്ന് പറയുമ്പം പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ ക്വസ്റ്റിനിൽ തന്ന വാല്യൂ 200 × 10⁻⁶ ആണ്. അപ്പം ഈ εSHൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 42 Nm/mm² നമുക്ക് കിട്ടും. ഓക്കെ, 3 ലോസസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫോർത്ത് വൺ, ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് റിലാക്സേഷൻ? 5% അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5% ലോസ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് എന്നാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ഓൾറെഡി പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ സെയിം തന്നെയാണ് വരിക. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഈസ് ഈക്വൽ ടു 50 Nm/mm². സെയിം. നെക്സ്റ്റ് ഫിഫ്ത്ത് ലോസ് ഡ്യൂ ടു ആംഗ്രേജ് സ്ലിപ്പ്. ഇപ്പോൾ ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആംഗ്രേജ് സ്ലിപ്പ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട്, ES × δ/L. ESൻ്റെ വാല്യൂ 210 × 10⁻³ ഡെൽറ്റ എന്ന് പറയുന്നത് 1 mm ആണ്. 1 mm / L മില്ലിമീറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 × 10⁻³ 10 മീറ്റർ ആയിരുന്നു. അപ്പോൾ 10 × 10⁻³ ചെയ്തപ്പോൾ മില്ലിമീറ്ററിലായി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആംഗ്രേജ് സ്ലിപ്പ് കിട്ടും 21 Nm/mm². ഓക്കെ, 5 ലോസസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് സിക്സ്ത് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതിൻ്റെ 2 പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിക്ഷൻ്റെ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആഫ്റ്റർ ലോസ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, PX ഈസ് ഈക്വൽ ടു P0 × e⁻⁻⁴ + kx ആണ് അല്ലേ? ഈ കേസിൽ ആൽഫ 0 ആണ്. അതുകൊണ്ട് തന്നെ μα എന്ന് പറയുന്ന ടേം 0 ആയിരിക്കും അല്ലേ? വയസ് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു L, ദാറ്റ് ഈസ് 10 മീറ്റർ. ഓക്കെ, കെ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, P0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് അല്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ P എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെയാണ്. P0 എന്ന് പറയുന്നത് P തന്നെയാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ PX ഈസ് ഈക്വൽ ടു P0 എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 320 kN നമ്മൾ കണ്ടുപിടിച്ചു, ക്യാപിറ്റൽ P അല്ലേ? 320 × e⁻⁻ k × x. μ α എന്ന് പറയുന്ന ടേം 0 ആയിപ്പോയി. അപ്പോൾ k × x ഉള്ളൂ. k എന്ന് പറയുന്നത് 0.0015 × x 10. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PX നമുക്ക് കിട്ടും 315.235 kN.
ഓക്കെ, അപ്പോൾ എത്ര ലോസ് സംഭവിച്ചിട്ടുണ്ട്? ലോസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു P0 മൈനസ് പി എക്സ് അല്ലേ. അപ്പോൾ 320 മൈനസ് 315.235. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4.765 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പം ഇത്രയും പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് ലോസ് ആയിട്ടുള്ളത് ഫ്രിക്ഷൻ കാരണം. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എത്ര വരും? ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ അല്ലേ. ഏരിയ ഓഫ് വയേഴ്സ് എന്ന് പറയുന്നത് 320 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇസ് ഈക്വൽ ടു P/A അല്ലേ. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 4.765 × 10⁻³ അത് ന്യൂട്ടണിലേക്ക് മാറ്റി, ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ വയേഴ്സ് 320 അല്ലേ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 14.89 Nm/mm² കിട്ടി. അതാണ് ഫ്രിക്ഷൻ കാരണമുള്ള ലോസ് ഓഫ് പ്രീ സ്ട്രെസ് 14.89 Nm/mm². അപ്പോൾ നമ്മൾ 6 ലോസസും കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷൻ്റെ ബീം എന്ന് പറയുന്നത് ഈ 6 ലോസസിൻ്റെ സമ്മാണ്. ഓക്കെ, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണമുള്ള ലോസ് എത്രയാണ്? 0 അല്ലേ. അവിടെ ലോസ് വരുന്നില്ല, എല്ലാം സൈമൾട്ടേനിയസ്ലി ടെൻഷൻ്റെ കേസാണ്, വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, 0. രണ്ടാമത്തത് ക്രീപ്പ് കാരണമുള്ള ലോസ് 68.16 Nm/mm². മൂന്നാമത്തത് ശ്രിങ്കേജ് കാരണമുള്ള ലോസ് 42 Nm/mm². നാലാമത്തത് റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ കാരണമുള്ള ലോസ്, ദാറ്റ് ഈസ് 50 Nm/mm². അഞ്ചാമത്തത് ആങ്കറേജ് സ്ലിപ്പ് കാരണമുള്ള ലോസ് 21 Nm/mm². ആറാമത്തത് ഫ്രിക്ഷൻ കാരണമുള്ള പ്രീ സ്ട്രെസ്സിൻ്റെ ലോസ് 14.89. ഓക്കെ, ഇത് 6 കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ 196.05 Nm/mm² കിട്ടും. ഇതാണ് ടോട്ടൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷൻ്റെ ബീം ഈസ് ഈക്വൽ ടു 196.05 Nm/mm². ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്ന? പെർസെൻറ്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പം നെക്സ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷൻ്റെ ബീം കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഇൻ പോസ്റ്റ് ടെൻഷൻ്റെ ബീം, പെർസെൻറ്റേജ് ലോസ് ഈസ് ഈക്വൽ ടു എത്രയെന്നാണ് ലോസ് ആയത്? 1000 ആയിരുന്നു ഇനീഷ്യൽ പ്രീ സ്ട്രെസ് അല്ലേ. അപ്പോൾ 196.05 ആണ് ലോസ് ആയത്. അപ്പോൾ 196.05 ഔട്ട് ഓഫ് 1000 ആ ലോസ് ആയത് അല്ലേ. അപ്പോൾ 196.05 ഡിവൈഡ് ബൈ 1000 × 100 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 19.605%. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഈസ് ഈക്വൽ ടു 19.605%. ഓക്കെ, ഞാനിവിടെ റിസൾട്ട് ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 2 കാര്യങ്ങൾ പ്രീ ടെൻഷൻ്റെ ബീമിലും പോസ്റ്റ് ടെൻഷൻ്റെ ബീമിലും പെർസെൻറ്റേജ് ലോസ് ആണ് അല്ലേ. അപ്പോൾ റിസൾട്ട് പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ വയേഴ്സ്, ആദ്യത്തത് പ്രീ ടെൻഷൻ്റെ ബീം എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 22.37%. രണ്ടാമത്തത് ബി പോസ്റ്റ് ടെൻഷൻ്റെ ബീം, ദാറ്റ് ഈസ് ഈക്വൽ ടു 19.605%. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഒരു പ്രോബ്ലം ചെയ്താൽ 20 മാർക്സ് ഷുവറാണ്. ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് 20 മാർക്കിന് കൺഫേം ആയിട്ടും ചോദിക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 6 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് തറവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കുന്ന സി പാർട്ടിലുള്ള 40 മാർക്സും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാരണം ഈ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 40 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു മൊഡ്യൂളാണ്. അപ്പോൾ തറവായിട്ട് നിങ്ങൾ എല്ലാം പഠിക്കുക. ഓക്കെ, താങ്ക് യു.